നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിലെ ബെസ്റ്റ് ഓണാഘോഷമായിരിക്കും. അതെ. എന്നാ പിന്നെ താർക്കല്ലേ? പിന്നെ? Play the music. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? ഉദാരമായി സംഭാവന ചെയ്യുക. വെറുതെ ഞങ്ങൾ ഒടിഞ്ഞു പോലത്തെ സംഭാവനകൾ കൂമ്പാരമായാൽ പരിപാടി ഗംഭീരമാവും. ഇതുമായിട്ട് ഇവിടെ നിൽക്കുന്ന നിന്റെ ഒക്കെ ജാട കാണാനല്ല, ഷോയ്ക്കല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇല്ല, ഒന്നുമില്ല. കാശില്ലെന്നാണോ മനസ്സില്ലെന്നാണോ? മനസ്സില്ല. മനസ്സ് വേണ്ട, കാശ് മതി. നാണല്ലോ. എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. മോനെ, കഴിഞ്ഞ ഓണത്തിന് കണ്ണിച്ചോറയിലാണ്ട് ക്ലാസ്സിൽ നിന്ന് 5000 പിരിച്ച് 500 പൂവും വാങ്ങി ബകി കള്ളം കുടിച്ച പാർട്ടിയില്ല നീ. കുറെ നേരം ആയല്ലോ കാശ് എന്നെ കണക്കൂട്ടാൻ തുടങ്ങിയിട്ട്. ഈ കാശിന് മുഴുവൻ ഫുള്ള് വാങ്ങിയാൽ എന്ന് അടിച്ചു തീർക്കാൻ പറ്റും ആലോചിക്കായിരുന്നു. നല്ല 5-6 കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കണം. 5-6? ഡ്രസ്സിന്റെ നിറത്തിനനുസരിച്ച് മാറ്റി മാറ്റി വെക്കാലോ. ഈശ്വര, ഇതൊക്കെ ഞാൻ ഏത് കണക്കെ കൊണ്ട് പെടുത്തുവെന്തോ. ഈ കൊലമച്ചാൻ പോയിട്ട് എന്തെങ്കിലും കാര്യം ഇതുവരെ നടക്കാണ്ടിരുന്നിട്ടുണ്ടാടാ. കിട്ടിയ എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. വി മസ്റ്റ് സപ്രസ് ഇറ്റ്. എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. A few moments later. ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. എന്റെ കർത്താവേ, ഈ ഡബിൾ മുണ്ട് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്ക് വിളിക്കണം. ഫുൾ ബുള്ളറ്റ് ആണല്ലോ. ഡൂക്ക് എടുത്താൽ മതിയായിരുന്നു. അപ്പോഴേ നാളെ നമ്മള് നീല സാരിയാണോ അതോ വയലറ്റ് സാരിയാണോ? ഏയ്, ഇത് ഉടുത്തിട്ട് ശരിയാവുന്നില്ല. ഇതെന്താണിത്? മീൻ വിലയാ? ഒരു സാരി ഉടുക്കാൻ അറിഞ്ഞൂടെ? ഞാൻ സാരിയൊക്കെ കൊടുത്തിറങ്ങിട്ട് എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കരി ഇത്തിരി കൂടുതലല്ലേ? കരി നിന്റെ മുഖത്ത് പൊടി. അയ്യോ, എന്റെ മുഖത്ത് കരിയേ ഇല്ല. ലേശമുണ്ട്. ഇതെങ്ങനെയുണ്ട്? അത് നന്നായിട്ടുണ്ടല്ലേ? ഒന്ന് എണ്ണ എടുത്തോട്ടെ. 1 2 3 4 5 ഒരെണ്ണം തേടി അപ്പുറത്തെങ്ങാനും കാണും. ആ ഉള്ളതിനെ കൊണ്ട് പോകാം. എന്താണ് ഇത്? കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന ചേട്ടന്റെ ക്ലാസ്സിൽ പൂടുന്നില്ല? ഉണ്ട്, ഇടുന്നുണ്ട്. പക്ഷേ ഞാൻ സത്യം പറയട്ടെ, അവിടെ പൂടുന്നുണ്ടെങ്കിലും ഇവിടെ പൂടുമ്പോഴ ഒരു മനസ്സുഖം. കുറച്ച് മോര് ഒഴിക്കട്ടെ. ഇപ്പൊ കറന്നെടുത്തതാ, ഫ്രഷ് മോര്. അയ്യോ, ഞാൻ തന്ന പഴം കഴിച്ചില്ലേ? കഴിക്കേ. ഷാരി മേരി രണ്ടുപേരും ഉണ്ടല്ലോ. നമുക്കിന്നൊരു അല്ല, എന്റെ ജീപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറങ്ങാൻ പോവാം, ഒരു ഐസ്ക്രീം കഴിക്കാം, അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടി ഒരു സിനിമയ്ക്ക് പോവാം. கொஞ்சம் தள்ளுங்க. டியூட்டி விஷயத்துல நான் ரொம்ப ஸ்ட்ரிக்ட், தெரியுதா? சீக்கிரம் ஓபன் பண்ணுடா. சீக்கிரம் உள்ள கரு கவுண்டர்ல இருந்துல. டேய் பகலம் வைக்காத, மாறி நிக்கு. வெயிட். ഒരു സൽസ ഫുള്ള്. സെയിം പിഞ്ച്. ഞാൻ സൽസയാ. നിനക്കറിയില്ല, രണ്ടെണ്ണം വിട്ടിട്ട് ഊഞ്ഞാലാടുമ്പേ ഭൂമിയുടെ ഷേപ്പ് മനസ്സിലാവും. ആട്ടിക്കോ ദാസേട്ടാ. ആട്ടിക്കോ. എടാ, നമുക്ക് പൂക്കളൊക്കെ സെറ്റ് ചെയ്താലോ? നീ അവിടെ ഞാനിരുന്നേ. നമ്മുടെ റബ്ബെല്ലാണ്. നമ്മ ഇതിനൊന്നും പോവാൻ പാടില്ല. നീ ആ എത്തപ്പാന ടീമിനെ നോക്കിയേ.
പൂ മേടിക്കാനുള്ള പകുതി കാശ് നോക്കിയിട്ട് അടിച്ച് ടൈറ്റായിട്ട് വന്നേക്കാണ്. ശരി, കണ്ണൊക്കെ ഇരിക്കണുണ്ട്, ചൊക വന്നു. എന്ത് വേഷോടോ ഓണൊക്കെ അല്ലേ കുഞ്ഞെ? People laugh at me. എന്താന്നറിയോ? I'm different. But I laugh at you. Because you are the same bloody fools. You fool bloody. ഒരേപോലത്തെ ഷർട്ട് കൊണ്ടിട്ട് വന്നോളൂ. അച്ഛാമ്മയൊക്കെ അപ്പുറത്ത് മുണ്ടെടുത്ത് വന്ന് പൊളിച്ചോണ്ടിരിക്കുക. നമ്മൾ മാത്രം ഓണായിട്ട് ജീൻസ് ഒക്കെ ഇട്ട് വന്നാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ മുണ്ടൊക്കെ എടുത്ത് വരാന്ന്. എടാ ഈ മുണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നടക്കാനൊക്കെ വലിയ പാടാടാ. ഇവിടെ ഇരുന്നറിഞ്ഞോ കൊറേ ഉണ്ട്, ഞങ്ങള് പൂക്കളിട്ടോളാം. അതെ, എനിക്ക് മുകൾ വേണം. അങ്ങോട്ട് വന്ന മുട്ടാലേ ഞാൻ നല്ല ഇടിക്കും. ഇവിടെ ഇരുന്ന കരിഞ്ഞാ മതി. A few moments later. എന്നിട്ട് 10,000 രൂപ ബാക്കി. എന്ത് മധ്യസ്ഥ വഹിച്ചവയിൽ അത് എന്നോട് എടുത്തോളാനോ? നമ്മൾ തമ്മിൽ വേണോ വെച്ചു? നീ എന്നെ കച്ചാക്കി കളഞ്ഞു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. ഭാര്യയുടെ പറയും പോലെ ഇത് അയാളുടെ കാലല്ലേ. അതൊക്കെ ഒരു കാലം. ചേട്ടത്തിയേ, പാപ്പ ഇങ്ങെത്തി. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാ നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ഇന്നത്തെ ടെൻഷൻ ഓർത്ത് ഇന്നലെ ഒന്നും കഴിച്ചില്ല. ഇപ്പൊ നാട്ടിലായിരുന്നെങ്കിൽ രാവിലെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഉച്ചയ്ക്ക് ഇലയൊക്കെ വെട്ടി അമ്മ ഉണ്ടാക്കുന്ന സദ്യയും പായസവും കൂട്ടി അടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ക്ലബ്ബിൽ പോകും. ഓണപരിപാടിയൊക്കെ ആയിട്ട് ഉറിയടിയും വടംവലിയും. കനകമ്മേ, കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. കുളി കഴിഞ്ഞപ്പോ ഒരു തളർച്ച. ഇനി എന്താ പരിപാടി? കുളിക്കണം, കഴിക്കണം, കിടക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. ഹാപ്പി ഓണം. അനുഗ്രഹം തന്നതാടോ, ഇത് അടിച്ചകത്തേക്ക് പോയി സ്റ്റാർട്ട് മ്യൂസിക്.